നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹൈക്കോടതി ശബരിമല വിഷയത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി അതിരൂക്ഷ വിമർശനങ്ങൾ തലങ്ങും വിലങ്ങും SITക്ക് നേരെ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ഇപ്പോൾ നിർണായകമായ 2 അറസ്റ്റ് നടന്നിട്ടുണ്ട്. അതായത് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല എന്നുള്ള വലിയൊരു പൊട്ടിത്തെറി നടത്തിയതിന് ശേഷമാണ് പൊടുന്നനെ ഒരു 2 അറസ്റ്റ് നടക്കുന്നു. അപ്പോഴും കോടതി ഏറ്റവും പ്രധാനമായി ഇന്ന് 2 പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ വാദപ്രതിവാദങ്ങൾ നടന്നത്. അപ്പോഴും ആ 2 പേരിലേക്ക് അറസ്റ്റ് പോകാതെ പക്ഷേ ഒരു അറസ്റ്റ് നടത്തണം എന്നുള്ള ഒരു ഉറപ്പിൽ, അല്ലെങ്കിൽ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള, പ്രത്യേകിച്ച് ഹൈക്കോടതിയായിരിക്കാം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു 2 അറസ്റ്റ്. അപ്പോഴും ശങ്കർദാസും വിജയകുമാറും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ശരണമന്ത്രം പോലെ ഒരു ഗാനം കേരളത്തിൽ മുഴങ്ങിക്കേട്ടു. പിന്നീട് ഗാനത്തിനെതിരെ ഇടതുപക്ഷം CPM ഈ ഭരണകൂടം തിരിഞ്ഞപ്പോൾ ആ ഗാനത്തിനൊരു കൊടുങ്കാറ്റിൻ്റെ ശക്തി വന്നു. കേരളത്തിലെ ഏതൊരു കൊച്ചു കുഞ്ഞിൻ്റെയും ചുണ്ടിൽ ഇപ്പോൾ ആ ഗാനമാണ് മുഴങ്ങുന്നത്. നമുക്ക് ഒരു തെരുവിലേക്ക് ഇറങ്ങിയാൽ, ഒരാൾക്കൂട്ടത്തിന് ഇടയിലേക്ക് കടന്നാൽ പലരുടെയും മൊബൈൽ ഫോണുകളിൽ നിന്ന്, പലരുടെയും കൈകളിലെ ഡിജിറ്റൽ ഫോർമാറ്റുകളിൽ നിന്ന് ഈ ഗാനം ഉച്ചത്തിൽ കേൾക്കുകയാണ്. നമുക്ക് വലിയ അതിശയമായി തോന്നുന്നു. കാരണം ഒരു ഗാനം കേരളം മുഴുവൻ മുഴങ്ങി കേൾക്കുന്ന ഒരു പ്രതീതി. ആ ഗാനത്തെ ഭയക്കുകയാണ് മറുവശത്തൊരു സർക്കാർ, ഒരു ഭരണകൂടം, ഒരു പാർട്ടി. ആ ഗാനത്തെ അപലപിക്കുകയാണ്, ആ ഗാനത്തെ വേട്ടയാടുകയാണ്. ഗാനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ മെറ്റയ്ക്ക് കത്തെഴുതാൻ ശ്രമിക്കുന്നു, മറുവശത്ത് യൂട്യൂബിനെ സമീപിക്കാൻ ശ്രമിക്കുന്നു. ഭരണകൂടം ആ ഗാനം കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നു. ഇത് ചിട്ടപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടത്തിലെത്തുന്നു. പക്ഷേ ആ ഗാനത്തെ തൊടാൻ കഴിയുന്നില്ല. ആ ഗാനം അയ്യപ്പനോടുള്ള ആളുകളുടെ ഒരു പ്രാർത്ഥനയായി മാറി. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി കൈവന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ അതിൻ്റെ ഒരു ഫീൽ അത് ഭരണത്തെ ഭയങ്കരമായിട്ട് വിറപ്പിച്ചു. ഒടുവിൽ ആ പാട്ടിനെതിരെ ചെറുവിരൽ അനക്കേണ്ട എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന തലത്തിലേക്ക് എത്തി. പിണറായി വിജയൻ മുട്ടുകുത്തി നിൽക്കുകയാണ് ഒരു ഗാനത്തിന് മുന്നിൽ. പോറ്റിയെ കയറ്റിയെ എന്നുള്ള ഒരു ഗാനത്തിന്, സ്വർണം ചെമ്പാക്കി മാറ്റിയ എന്നൊരു ഗാനത്തിന് മുന്നിൽ ഒരു ഭരണകൂടം മുട്ടിലിഴഞ്ഞു നിൽക്കുമ്പോൾ മറുവശത്ത് ഇന്ന് നമ്മൾ കാണുന്നത് വളരെ അത്ഭുതകരമായ കാഴ്ചകളാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കേരളം കടക്കുന്നു, ഹൈക്കോടതി കടക്കുന്നു, SIT അതിന് നിർബന്ധിതരാകുന്നു. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്ന് രാവിലെ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഒരു ഇടിവെട്ട് ഉത്തരവ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷണത്തിൻ്റെ ചുമതല നൽകുകയും ബന്ധപ്പെട്ട രേഖകൾ അടിയന്തരമായി SIT എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ഉത്തരവിടുകയും ചെയ്തു കൊല്ലം വിജിലൻസ് കോടതി. അതിന് പിന്നാലെ നമ്മൾ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദിറുദ്ദീൻ്റെ ഒരു ഉത്തരവ് കേട്ടാണ് വാസ്തവത്തിൽ കേരളം നടുങ്ങുന്നത്. സംരക്ഷകർ വിനാശകരായി എന്ന് ഒരു കോടതി പറയുകയാണ്. അമൂല്യ സ്വത്ത് സംരക്ഷിക്കേണ്ടത്, കേരളത്തിലെ ഏറ്റവും ഒരു പുണ്യ തീർത്ഥാടന സ്ഥലമായ ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള, അത് കോടതി എത്രമാത്രം ഗൗരവത്തോടെ എടുക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നമ്മൾ കേട്ട ആ വാക്കുകൾ. ആരെ സംരക്ഷിക്കാനാണ് SIT ഇതുവരെ ശ്രമിച്ചത്, അവരെ പിടികൂടാൻ ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. ഇതിൽ ശങ്കർദാസും വിജയകുമാറും 2 മുഖങ്ങൾ മാത്രമേ, ആ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുടെ 2 മുഖങ്ങൾ മാത്രമാണ്, ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങൾ മാത്രം. പക്ഷേ ദേവസ്വം ബോർഡ് എന്നത് സർക്കാരിൻ്റെ ഒരു ഭാഗമാണ്. സർക്കാരിലേക്ക് ശരവേഗത്തിൽ അന്വേഷണം എത്തണം എന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയാണ്. ഡിസംബർ 5 ശേഷം എന്തുകൊണ്ട് മെല്ലെപ്പോക്ക്? നമുക്കറിയാം, ഡിസംബർ 5 ശേഷമായി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ അലിയൊലികൾ തീർച്ചയായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അലയൊലികൾ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു അലംഭാവം SITയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നത് കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഇതിന് ഉത്തരം മുട്ടി നിൽക്കുന്ന 2 സംവിധാനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് SIT, പ്രത്യേക അന്വേഷണ സംഘം. DYSP ശശിധരനോട് വളരെ ശക്തമായ ആവശ്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി നിരത്തിയിരിക്കുന്നത്. മറുവശത്ത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരു സർക്കാർ. ഇതുവരെ ഈ അന്വേഷണത്തെ സർക്കാരും SITയും ഒക്കെ ചേർന്ന് ഏതെങ്കിലും തലത്തിൽ അട്ടിമറിക്കുമോ എന്നൊരു ഭയം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭയം മാറി.
എല്ലാ കാർമേഘവും മാറുന്നു. ഹൈക്കോടതിക്ക് ഇക്കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ട് എന്ന് കേരളത്തിലെ അയ്യപ്പ ഭക്തർക്ക് ബോധ്യം വരുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾ, ഈ നിമിഷങ്ങൾ കേരളമേറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. അയ്യപ്പൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഹൈക്കോടതിയിൽ കാണാം, കൊല്ലം വിജിലൻസ് കോടതിയിൽ കാണാം, എന്തിനേറെ ഈ ഗാനത്തിൻ്റെ ഈ വൈറാലിറ്റിയിൽ പോലും കാണാം. ആ ഗാനത്തിൻ്റെ ആ പ്രകമ്പനം അത് ഹൈക്കോടതിയിലും തീർച്ചയായിട്ടും മുഴങ്ങും. ആ ഗാനത്തിനെതിരെ ഒരു കേസ് ഈ പോലീസ് എടുത്താൽ അത് നിലനിൽക്കില്ല, കോടതിയുടെ മുന്നിൽ, നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കില്ല എന്ന് തിരിച്ചറിവായിരുന്നു സർക്കാരിൻ്റെ ആദ്യ വീഴ്ച. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ആ പാതാള കുഴിയിലേക്കുള്ള വീഴ്ചയിൽ നിന്ന് അവർക്കിനി തലപൊക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് മണ്ണ് വെട്ടി മൂടിയുള്ള ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇവിടെ ഹൈക്കോടതിയുടെ ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ കേസിലെ ഉന്നതരിലേക്ക് നിങ്ങൾ അന്വേഷണത്തിൻ്റെ ദിശ തിരിക്കാത്തത്? എന്തുകൊണ്ടാണ് ചില സ്വാധീന ശക്തികളുള്ളവരെ നിങ്ങൾ തൊടാത്തത്? വെറുതെ കാടടച്ചല്ല ഹൈക്കോടതിയിൽ നിന്ന് വെടിവെച്ചത്, പേരെടുത്തു പറഞ്ഞുകൊണ്ട്. ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് കോടതി ചോദിക്കുന്നത് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമല്ല ഇത്. ഇത് ദേവസ്വം ബോർഡിൻ്റെ കൂട്ടായ തീരുമാനമാണ്. ഒരു കൂട്ടായ ക്രിമിനൽ നടപടി ഏതെങ്കിലും ഒരു ബോഡി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാ അംഗങ്ങളെയും ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ SIT നടത്തി? ഇത്തരമൊരു ചോദ്യത്തിന് മുന്നിൽ തളർന്നു നിൽക്കാൻ SITക്ക് കഴിയൂ. കാരണം ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം. അവിടെ ശങ്കർദാസ് എന്നോ വിജയകുമാർ എന്നോ വേർതിരിവുകളില്ല. അപ്പോൾ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന വലിയൊരു സംവിധാനം അപ്പുറത്തുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കോടതിയുടെ വാക്കുകൾ. അവിടെയാണ് ശബരിമലയെക്കുറിച്ച്, ശബരിമലയുടെ പാവനമായ ആ ഒരു വിശ്വാസ സംവിധാനത്തെക്കുറിച്ച് കോടതി വിശദമായി പരാമർശിക്കുന്നത്. എണ്ണി പറയുന്നു. അഴിമതിയെക്കുറിച്ച്, കൊള്ളയെക്കുറിച്ച്. നമ്മൾ നടുക്കുന്ന ഒരു വാക്കാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. സംരക്ഷകർ തന്നെ വിനാശകരായി മാറുന്ന കാഴ്ച. സുകുമാർ അഴീക്കോട് ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്, ഒരു വാക്കുണ്ട്, ഇപ്പോഴും നമ്മുടെ ഹൃദയം കുത്തിക്കയറും. അവസാന കാവൽക്കാരനും കുറ്റവാളിയായാൽ പിന്നെ ആര് കാവൽ നിൽക്കുമെന്ന്. ഒരു സംസ്ഥാന ഭരണകൂടം തന്നെ നേതൃത്വം കൊടുത്ത സ്വർണ്ണക്കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കുന്ന തലത്തിലെത്തി നിൽക്കുന്ന കാര്യങ്ങൾ. കാരണം ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ചെയ്തികൾക്കും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ അപേക്ഷയുമായി ആദ്യം കടന്നു ചെന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഓഫീസിലേക്കാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള അനുകൂല കത്തുമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുള്ള അനുകൂല കത്തുമായി വീണ്ടും ദേവസ്വം ബോർഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അയാളെ സഹായിക്കാൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും കമ്മീഷണറും ഒറ്റ മനസ്സായി നിന്നുവെങ്കിൽ അയാൾ അവരെയെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തു എന്നതിലല്ല, അതിനേക്കാൾ മുകളിലുള്ള മറ്റേതോ സംവിധാനങ്ങളെ, സ്വാധീന ശക്തികളെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നിടത്തേക്കായി കാര്യങ്ങൾ. അപ്പോൾ ഈ കൂട്ട അറസ്റ്റുകൾക്ക് പിന്നാലെ കാര്യങ്ങൾ അവിടെ അവസാനിക്കില്ല. ഹൈക്കോടതിയുടെ ഇടപെടലുകളുടെ ഒരു ക്രൊണോളജി നമ്മൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം മനസ്സിലാവും. ആദ്യം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിക്കുന്നു. ദേവസ്വം വിജിലൻസിന് അന്വേഷണം ഏൽപ്പിക്കുന്നു. ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് കണ്ട ഹൈക്കോടതി ഞെട്ടി. തുടർന്ന് സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത്, നേതൃത്വം കൊടുത്തത് ഇതേ ഭരണകൂടമാണ്. അവരെ കൊണ്ട് പിന്നെ അന്വേഷിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോടതി തന്നെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച ഏറ്റവും മിടുമിടുക്കരായ ഉദ്യോഗസ്ഥരെ കോർത്തിണക്കി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നു. അവരോട് സ്വതന്ത്രമായി അന്വേഷിക്കുക കോടതിയുടെ മേൽനോട്ടത്തിൽ. അതുതന്നെയായിരുന്നു ജനങ്ങൾ ആഗ്രഹിച്ചത്, അയ്യപ്പ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കണ്ടത്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് കീഴിൽ, ഈ ഭരണ സംവിധാനത്തിന് കീഴിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അവർക്ക് മേൽ കടുത്ത സമ്മർദ്ദങ്ങളുണ്ടാകും. ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദങ്ങളുണ്ടാകും, സഹപ്രവർത്തകരുടെ സമ്മർദ്ദങ്ങളുണ്ടാകും, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനിപ്പുലേഷൻസ് ഉണ്ടാകും. ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വേണം സത്യസന്ധതയോടെ ഇവർക്ക് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ. അക്കാര്യത്തിൽ SITക്ക് വീഴ്ച വന്നു എന്നിന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും: ആരൊക്കെയോ SITയെ ഭയക്കുന്നുണ്ട്. ആ ഭയം എവിടെയാണ്? SITയെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഏതോ ഉന്നത കേന്ദ്രങ്ങൾ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു, അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ആ ഭയത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചെന്നെത്തുന്നത് ഏറ്റവും ഉന്നതങ്ങളിലേക്കുള്ള ചില
പോയിന്റുകളിലാണ്, ഏറ്റവും ഉന്നതങ്ങളിലേക്കാണ്, ചില അധികാരത്തിൻ്റെ ഏറ്റവും ശക്തമായ അടയാളങ്ങളിലേക്കാണ്. അത്തരം അധികാരങ്ങൾ സമ്മർദ്ദങ്ങളാക്കി ഈ SITക്ക് മേൽ ഉപയോഗിച്ചത് കൊണ്ടാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം ഉന്നതരിലേക്കൊന്നും ഈ അന്വേഷണം എത്താത്തത്. എല്ലാം പത്മകുമാറിൽ കുഴിച്ചുമൂടാനുള്ള ശ്രമങ്ങൾ നടന്നത്. N വാസുവും പത്മകുമാറും കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു വിചിത്രവാദവുമായിട്ടാണ്. സ്വർണം പൂശിയതിൻ്റെ തെളിവുകളില്ല, സ്വർണം പൊതിഞ്ഞതിൻ്റെ തെളിവുകളില്ല, സ്വർണം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഔദ്യോഗിക രേഖകളില്ല. പക്ഷെ അവിടെ അവർ മനസ്സിലാക്കാത്ത വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുകൾ, അവരുടെ റിപ്പോർട്ട്, അത് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. അത് അയ്യപ്പൻ സമർപ്പിച്ച റിപ്പോർട്ട്, അല്ലെങ്കിൽ അയ്യപ്പൻ കേരള ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ട് പോലെ അത്ഭുതമാണ്. ഇതിൽ വ്യക്തമായി വിജയ് മല്യ സന്നിധാനത്തെ വിഗ്രഹങ്ങളിലും കട്ടിളയിലും ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ പൊതിഞ്ഞിരുന്ന സ്വർണത്തിൻ്റെ അളവ് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. മറ്റ് ഔദ്യോഗിക രേഖകളെല്ലാം കീറിക്കളഞ്ഞാലും, എല്ലാം നശിപ്പിക്കപ്പെട്ടാലും, എല്ലാം കത്തിച്ചെറിഞ്ഞാലും ഇതൊരു സുപ്രധാന രേഖയായി ഹൈക്കോടതിക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ബോധ്യം അത് തിരുത്താൻ ഒരു സമ്മർദ്ദങ്ങൾക്കും കഴിയില്ല. ഏറ്റവും ശക്തമായ നിലപാട് ഹൈക്കോടതി ഇവിടെ എടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു എന്നുള്ളതല്ലാതെ ശങ്കർദാസിനെക്കുറിച്ചും വിജയകുമാറിനെക്കുറിച്ചും കാര്യമായിട്ടൊന്നും തന്നെ SITയുടെ റിപ്പോർട്ടിലില്ല എന്ന് കോടതി തന്നെ പറയുന്നു. ഇവിടെ നമുക്ക് ഈ വാസുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ഒരു വലിയ പ്രതിരോധത്തിന് അല്ലെങ്കിൽ പാർട്ടിയോ സർക്കാരോ നിന്നില്ല. പക്ഷേ ഈ ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്തരുത് എന്നുള്ളത് ഒരു വാശി പോലെ, അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം പോലെ ഈ പാർട്ടിയും സർക്കാരും കാണുന്നു. അപ്പോൾ വാസുവിനേക്കാളും പത്മകുമാറിനേക്കാളും മുകളിൽ ശങ്കർദാസിൻ്റെയും വിജയകുമാറിൻ്റെയും വായിൽ നിന്ന് എന്തൊക്കെയോ വരാനുണ്ട് എന്നുള്ളത് ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതിൽ മറ്റൊരു വസ്തുതയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പത്മകുമാർ പാർട്ടിയുടെ ചാവേറാണ്, N വാസു വലിയ ചാവേറാണ്. അവർ CPMന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകും. പത്മകുമാർ ഇടയ്ക്കൊക്കെ മുരടനക്കാറുണ്ട്. ഒരു അടിമക്കണ്ണുകൾ ഇടയ്ക്കൊക്കെ മുരടനക്കുക സ്വാഭാവികമാണല്ലോ. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ അന്ന് മുരടനക്കിയിരുന്നു, ചില പ്രതിഷേധങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു പത്മകുമാർ. പക്ഷേ പാർട്ടിയെ ധിക്കരിക്കാനോ പാർട്ടിയെ ഒറ്റുകൊടുക്കാനുള്ള കെൽപ്പില്ല. SIT ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഗത്യന്തരമില്ലാതെ ദേവസ്വം മന്ത്രിക്കെതിരെയും തന്ത്രിക്കെതിരെയും ഒക്കെ ചില മൊഴി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ശങ്കർദാസൊക്കെ പത്മകുമാറിനെ പോലെയോ വാസുവിനെ പോലെയോ പാർട്ടിയുടെ അടിമക്കണ്ണല്ല. മറ്റൊരു CPI അനുഭാവിയാണ്. പക്ഷേ വലിയൊരു സാമൂഹിക പശ്ചാത്തലം അദ്ദേഹത്തിന് പിന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീന ശക്തിയും വലുതാണ്. ശങ്കർദാസിനെ പിടിച്ചു കുടഞ്ഞാൽ പലതും സത്യം തുറന്നു പറയും. കാരണം ആരും രക്ഷപ്പെടുത്താൻ നോക്കത്തില്ല. അതാണ് ശങ്കർദാസിൻ്റെയും വിജയകുമാറിൻ്റെയും നമുക്ക് ആ തലങ്ങൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ N വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ ഈ പാർട്ടി തന്നെ അങ്ങിട്ട് കൊടുത്തതാണ്. ആരെങ്കിലും ബലി കൊടുക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായിരുന്നു. ഈ കണ്ണൂർ ഭാഗത്തൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിലേക്ക് കൊടുക്കത്തില്ല. ചില 2 പ്രതികളെ അങ്ങിട്ട് കൊടുത്ത് അവരെ ഈ കുറ്റമൊക്കെ ഏൽക്കുകയും പിന്നീട് അവർ ശിക്ഷ ഏറ്റുവാങ്ങുകയും എല്ലാം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. ഇതൊരു സെറ്റിൽമെൻറ്റാണ്. അത്തരമൊരു സെറ്റിൽമെൻറ്റിനാണ് CPM ശ്രമിച്ചത് വാസുവിലും പത്മകുമാറിലും. പക്ഷേ അതിൽ ഒതുക്കപ്പെടാൻ സാധ്യതയില്ല. കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ് അതിന് ഏറ്റവും വലിയ തടയായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലെത്തിയാൽ അവരുള്ള സത്യം പറയും. പത്മകുമാർ ചില തിരുത്തലുകൾ വരുത്തിയെന്നും മിനിറ്റ്സിൽ സ്വന്തം കൈപ്പട കൊണ്ട് തിരുത്തിയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള നിർദ്ദേശം സ്വീകരിച്ചതെന്നും ഒക്കെ ആദ്യഘട്ടത്തിൽ ഇവർ മൊഴി കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എല്ലാ കുറ്റവും പത്മകുമാറും ചാരി ഇവർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊക്കെ വലിയൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമാകും. എന്തായാലും ഒരു പാർട്ടി പെട്ടിരിക്കുന്ന ഇനി ചെന്നുപെടുന്ന ഭയാനകമായ ഒരു വീഴ്ച, ഒരു പാതാളക്കുഴി, ഇതിൽ നിന്ന് ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല, ഇതിൽ നിന്ന് കരകയറാൻ കഴിയില്ല എന്ന് പാർട്ടി അണികൾ തിരിച്ചറിയുന്നു. അതിൻ്റെ പൊട്ടിത്തെറികൾ സ്വാഭാവികമായി പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ദൃശ്യമാകുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും തീരില്ല. ഈ അന്വേഷണം ദേവസ്വം ബോർഡിൽ ഒതുങ്ങില്ല, സർക്കാരിലേക്ക് പോകും. സർക്കാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദേവസ്വം മന്ത്രിക്കപ്പുറം ഏതെങ്കിലുമൊക്കെ ഉന്നതർ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ 500 കോടിയുടെ ഇടപാടുകൾ നടന്നു എന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തൽ. പക്ഷേ ഇന്ന് അതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റൊരു
വാർത്ത കൂടി, ഒരു വെളിപ്പെടുത്തൽ കൂടി നമുക്ക് ലഭിക്കുന്നു. രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ ആ വിദേശ മലയാളി വ്യവസായിയെ കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം വെളിപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് എന്നോടൊരാൾ പറഞ്ഞത്. അദ്ദേഹം വെളിപ്പെടുത്തിയൊരു കാര്യം മാധ്യമങ്ങളിലൊന്നും റിപ്പോർട്ടുകളായി വന്നിട്ടില്ല. 2017 ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചു എന്നാണ് ഈ വ്യവസായി പറയുന്നത്. ആ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ വിശദാംശങ്ങൾ തന്നെ SITക്ക് കൈമാറി. ഞാൻ ആദ്യം ഈ രമേശ് ചെന്നിത്തല ഒരു ഇലക്ഷൻ സ്റ്റണ്ട് തള്ളുകയാണെന്നാണ് ഓർത്തത്. പക്ഷേ ഇപ്പോൾ ഈ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമല്ല. കാരണം അദ്ദേഹം ഒരു കൊള്ളസംഘത്തെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൊള്ളസംഘം അന്താരാഷ്ട്ര ക്രിമിനൽ സംഘമാണ്, വലിയ മാഫിയാണ്. ഈ പുരാവസ്തു കള്ളക്കടത്തൊക്കെ നടത്തുന്ന വലിയ സംഘമാണ്. അവരെ പിടികൂടാൻ നമ്മുടെ SITക്ക് കഴിയില്ല. അപ്പോൾ അവരെ പിടികൂടണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കളത്തിലിറങ്ങണം. ഇൻ്റർപോൾ അടക്കമുള്ള ഏജൻസികളുടെ സഹായം അക്കാര്യത്തിൽ വേണം. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇപ്പോഴത്തെ കടന്നുവരവ് തീർച്ചയായും അതിലേക്കുള്ള ആദ്യപടിയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇതിലൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് ബോധ്യം വന്നാൽ അവർ പെട്ടെന്ന് തന്നെ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളെ കേസ് ഏൽപ്പിക്കും. തുടർന്ന് ഇൻ്റർപോൾ അടക്കമുള്ള ഏജൻസികൾ കളത്തിലിറങ്ങുകയും വലിയ ഒരു തലത്തിലേക്ക് അന്വേഷണം വ്യാപിക്കുകയും ചെയ്യും. ഇതൊരു പാർട്ടിയെ മുച്ചൂടും കത്തിക്കുന്ന ഒരു നടപടിയിലേക്ക് തീരും. കാരണം ഇതൊന്നും കേരള സർക്കാരിൻ്റെയോ ഈ ഭരണകൂടത്തിൻ്റെയോ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇതിപ്പോൾ ഹൈക്കോടതി നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന ഉത്തരവ് നൽകിയിരിക്കുന്നു. ജില്ലാ കോടതികൾ ഇതിൻ്റെ ഹൈക്കോടതിയുടെ താഴെയുള്ള കീഴ്ക്കോടതികളെ ഉദ്ദേശിച്ചാണ് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് താഴെയുള്ള കോടതികളോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓർക്കണം, ഇന്ന് രാവിലെ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷമാണ് ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ ഇനി കീഴ്ക്കോടതികൾ നോക്കി നിൽക്കില്ല. ഹൈക്കോടതിയുടെ ഒരു രീതി അവർ മനസ്സിലാക്കി. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഹൈക്കോടതി ഇനി നടത്തില്ല എന്നത് കീഴ്ക്കോടതികൾക്കും ബോധ്യമായി. മുരാരി ബാബു, N വാസു, പത്മകുമാർ ഇവരുടെ എല്ലാം ജാമ്യാപേക്ഷ ഇന്ന് വലിച്ചെറിയുകയത് ഹൈക്കോടതി. ആ ജാമ്യാപേക്ഷ ഒരു കാരണവശാലും പരിഗണിക്കാൻ കഴിയില്ല. ഭയാനകമായ കണ്ടെത്തലുകളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. സംരക്ഷകർ തന്നെ വിനാശകരായി, ഉത്തരവാദിത്വം ഏൽപ്പിച്ചവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നു. ശബരിമലയെ ആര് സംരക്ഷിക്കുമെന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തുന്നു. മറുവശത്ത് വളരെ പതിറ്റാണ്ടുകളായി ഭക്തർ അവിടെ കാണിക്കയിൽ നിക്ഷേപിച്ച അമൂല്യ വസ്തുക്കൾ എവിടെ? അതൊക്കെ ഉണ്ടോ? അതൊക്കെ ഏതെങ്കിലും അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ കൈകളിൽ അകപ്പെട്ടോ? എല്ലാം തൂക്കിവിറ്റ് ഈ പണമത്രയും ഏത് ഉന്നതൻ്റെ ഖജനാവിലേക്കാണ് പോയത്? ഏത് ഉന്നതൻ്റെ വീടിനടിയിലാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത്? ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. നമ്മൾ കാണുന്ന ഒരു തലം മാറി. മറുവശത്ത് നിന്ന് ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് SIT. മുൻപൊക്കെ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഈ രണ്ടുപേരെയും വളരെ നിരപരാധികളെന്നൊരു മട്ടിലായിരുന്നു SIT അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന വിവരങ്ങൾ പറയുന്നു പങ്കജ് ഭണ്ഡാരിക്ക് ഈ കൊള്ളയിൽ വലിയ പങ്കുണ്ടെന്ന്. സ്മാർട്ട് ക്രിയേഷൻസ് അവരൊന്നും അത്ര നിഷ്കളങ്കരായിരുന്നില്ല. ഗോവർദ്ധൻ ഇവരൊക്കെ ഈ കൊള്ളയുടെ ഒരു ഭാഗമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മാത്രമല്ല, ഈ രണ്ടുപേർക്കും മറ്റ് നിരവധി സ്വാധീന ശക്തികളുമായി വലിയ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ തലത്തിലേക്ക് ഈ സ്വർണ്ണക്കൊള്ള കടന്നിരിക്കുന്നു. ശബരിമലയെ അട്ടപ്പടലം കൊള്ളയ്ക്ക് ഉപയോഗിച്ച ഈ സംഘത്തെ ഹൈക്കോടതി ഒന്നൊന്നായി പുറത്തേക്കിടുന്നു. ഈ 2 അറസ്റ്റ്, ഉന്നതരുടെ 2 അറസ്റ്റ് മാത്രമല്ല ഇന്നത്തെ ഒരു ശ്രദ്ധേയമായ വിഷയം. വരും മണിക്കൂറുകളിൽ ശങ്കർദാസും വിജയകുമാറും അറസ്റ്റിലാകും. അവരുടെ അറസ്റ്റിൽ ഇനി വെറുതെ ഇരിക്കാൻ ഈ SITക്ക് കഴിയില്ല. അതിനപ്പുറം മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ ദേവസ്വം മന്ത്രിയിൽ നിന്ന്, ഇവരുടെ മൊഴികളിൽ നിന്ന് ദേവസ്വം മന്ത്രിയെ സംശയിക്കത്തക്ക തലത്തിലേക്ക് മാറിയാൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവിടെയും തീരുമോ? ഇത്ര വലിയൊരു കൊള്ള, ഇത്ര വലിയൊരു ആസൂത്രിത തട്ടിപ്പ് നടത്തണമെങ്കിൽ മറ്റേതോ വലിയ ഉന്നതൻ്റെ ഇടപെടലും സ്വാഭാവികമായി വേണമല്ലോ. നമ്മൾ ഭയക്കുന്ന പലതും ഇനി പുറത്തേക്ക് വരും. ഇതൊരു ഭയാനകമായ സാഹചര്യമാണ്.
ഇവിടെ ഇപ്പോൾ ED ഈ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി തന്നെ പല കോണിൽ നിന്ന് ചില വിമർശനങ്ങൾ വരുന്നു. അതായത് ED ഈ കേസ് അട്ടിമറിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി കേന്ദ്രം പ്രയോഗിക്കും. NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുൻപ് പിണറായിയുടെ പല കേസുകളിലും അന്വേഷണം നടത്തിയ ED ഒന്നിനും ഒരു കൃത്യമായ മറുപടി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാതെ ഇവിടെ നിന്ന് കളമൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ശബരിമലയിലും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലിനോട് കൂടി തന്നെ ഈ അന്വേഷണം അന്വേഷണത്തിൽ നിന്ന് ഒരു തരത്തിലും ഹൈക്കോടതി പിന്നോട്ടേക്ക് പോകാതെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്ന് ഒരു വിമർശനം വരുന്നു. ഈ ആരോപണം പ്രത്യക്ഷത്തിൽ ശരിയാണ്. പക്ഷേ ഇവിടെ 3 ഘടകങ്ങളുണ്ട്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം സത്യസന്ധമാകും എന്ന് നമ്മൾ വിശ്വസിക്കാൻ. ഒന്ന്, ടൈമിംഗ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ സർക്കാരുമായി വലിയ രാഷ്ട്രീയ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം. തിരുവനന്തപുരത്തെ വിജയം BJPക്ക് വലിയ പ്രതീക്ഷ ഉണർത്തുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടൊരു രാഷ്ട്രീയ ആത്മഹത്യയ്ക്ക് BJP ശ്രമിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. 1. 2, മുൻപ് നടന്ന അന്വേഷണങ്ങളിലൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തങ്ങൾക്ക് കിട്ടുന്ന അന്വേഷണ വിവരങ്ങൾ അതത് കോടതികളിൽ സമർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ സമഗ്ര വിവരവുമായി ഹൈക്കോടതി നിൽക്കുന്നു. ഇവിടെ ഈ അന്വേഷണം നടത്തുന്നത് സംസ്ഥാന സർക്കാരല്ല, ഇവിടെ ഈ അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി അവരുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അന്വേഷണം നടത്തുന്നതിന് പാരലായി ഇതിൽ കള്ളപ്പണ ഇടപാടുകളുണ്ടോ, വിദേശ നാണ്യ വിനിമയ ലംഘനമുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി എത്തുന്നു. അപ്പോൾ ഇതൊരു സമാന്തര അന്വേഷണമാണ്. ഈ അന്വേഷണവും ഹൈക്കോടതിക്ക് വ്യക്തമായി ഓഡിറ്റ് ചെയ്യാൻ കഴിയും. കാരണം രേഖകൾ മുഴുവൻ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച കേസാണിത്. അതുകൊണ്ട് തന്നെ EDയുടെ ഏതെങ്കിലും ഒരു നീക്കം പാളിയാൽ, ഈ കേസ് അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങളുണ്ടായാൽ അപ്പോൾ തന്നെ ഹൈക്കോടതി ഇടപെടും. അപ്പോൾ രണ്ടാമത്തെ ഈ സുപ്രധാന വസ്തുത നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ മൂന്നാമത്തേത് അയ്യപ്പൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം. നമ്മൾ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു ക്രൊണോളജിക്കൽ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. നമ്മൾ ആദ്യം കരുതി മുരാരിയിൽ തീരുമെന്ന്, പിന്നെ സുധീഷ് കുമാറിൽ തീരുമെന്ന്, എല്ലാറ്റിനും ഒടുവിൽ വാസു എന്ന വമ്പൻ വീണപ്പോൾ വാസുവിൽ ഒടുങ്ങുമെന്ന്. പിന്നീട് 3 ആഴ്ചയ്ക്ക് ശേഷം പത്മകുമാർ എന്ന വലിയൊരു കടുവയെ കൊണ്ടുവരുന്നു, അയാളും വലയിലാകുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എല്ലാം അസ്തമിച്ചു, സ്വർണത്തിന് രേഖ പോലുമില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ ഇതാ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വീഴുന്നു. മണിക്കൂറുകൾക്കകം ശങ്കർദാസും വിജയകുമാറും അറസ്റ്റിലേക്ക് കടക്കും. അപ്പോൾ നമ്മൾ കരുതുന്നതിലും അപ്പുറത്ത് എന്തൊക്കെയോ പ്രതിപ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാം. അപ്പോൾ ഈ 3 വസ്തുതകൾ എനിക്ക് വ്യക്തിപരമായൊരു ബോധ്യം തരുന്നത്, ഒരു കാരണവശാലും എൻഫോഴ്സ്മെൻ്റ് എന്നല്ല, ഈ അന്വേഷണത്തിലേക്ക് വരുന്ന ഒരു ഏജൻസിക്കും ഒരു തരികട കാട്ടി ഈ കേസ് അട്ടിമറിക്കാൻ കഴിയില്ല. കാരണം അതിലപ്പുറം ഇതിലൊരു വിശ്വാസത്തിൻ്റെ വലിയ ആഴത്തിലുള്ള ഒരു ജനതയുടെ വികാരമുണ്ട്. അതിനൊന്നും വകഞ്ഞു മാറ്റി മനുഷ്യരായ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവർ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ അവരിലേക്കൊരു പ്രത്യേക ശക്തി ആവാഹിക്കാൻ തീർച്ചയായിട്ടും കഴിയുമവർക്ക്. അത് പലരുടെയും തലയെടുക്കും, പല ഉന്നത വ്യക്തികളുടെയും മുഖംമൂടി വലിച്ചെറിയപ്പെടും. പക്ഷേ ഈ കൊള്ള പുറത്തു വരണം. അത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾ, രാവിലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ വിജിലൻസ് കോടതി ഇഡിക്ക് കൈമാറുന്നു. അപ്പോൾ ഇതിന് ശേഷം ഹൈക്കോടതിയുടെ ബദറുദ്ദീൻ്റെ ബെഞ്ചാണ്, ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ തള്ളുന്നത്. ഈ സുപ്രധാന നിർദ്ദേശങ്ങൾ SITക്ക് നൽകുന്നു. അപ്പോൾ ഇതിന് ശേഷം വന്ന ഒരു നീക്കം, ഈ ഇടവരെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ പോലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്നുള്ള ഒരു ചില അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, നമുക്കറിയാം ഇതുവരെ ശബരിമല കൊള്ള നടന്നതിൽ ഒരു 800 ഗ്രാം മാത്രമാണ് ഈ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് രാജ്യങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. പക്ഷേ ഇപ്പോഴും പിണറായി വിജയൻ പറയുന്നു അയ്യപ്പൻ്റെ സമ്പത്ത് മുഴുവൻ തിരികെ കൊണ്ടുവരുമെന്നുള്ളത്. എന്തുറപ്പാണത്? അയ്യപ്പൻ്റെ സമ്പത്ത് പിണറായി വിജയൻ ഇനി തിരികെ കൊണ്ടുവരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഹൈക്കോടതിയുടെ ഒരൊറ്റ പരാമർശം മതി, സംരക്ഷകർ വിനാശകരായി.
ആരെയാണോ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയത് അവർ വിനാശകരായി മാറിയ ഒരു സംഭവമാണിതെന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഇവിടെ ഭരണകൂടത്തിന് ഇനി വിശ്വാസ്യതയില്ല. ഇനി ഭരണകൂടത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഭരണകൂടം അസ്തമിക്കാൻ 3 മാസങ്ങൾ കൂടിയുള്ളൂ. ഇവിടെ ഒരു ഹൈക്കോടതിയിൽ ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ആ ഹൈക്കോടതിക്ക് മുൻപാകെ SIT സത്യസന്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമുക്കറിയാം ഈ സ്വർണം എങ്ങോട്ടേക്ക് പോയി, അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CBI ഒക്കെ കടന്നു വരുമ്പോൾ ഇത് കട്ടുകൊണ്ടുപോയ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തും. അത് ഉറപ്പാണ്. ശബരിമല വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും ശബരിമല സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. ഇത്തവണ അടപടലം വീഴുമെന്നുള്ളത് ഏകദേശം ഉറപ്പാകുന്നു. കാരണം പലരിലേക്കും അറസ്റ്റ് നീങ്ങുന്നു. SITക്ക് ഇനിയും ഒരു സമ്മർദ്ദത്തിന് മുൻപിലും വഴങ്ങാൻ കഴിയില്ല. ശങ്കർദാസ്, വിജയകുമാർ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.